അല്ല, പിന്നെ അത് അല്പം ചർച്ച ആയാലും കുഴപ്പമില്ല എന്നുള്ള നിലക്ക് അവർ ഈ തെരഞ്ഞെടുപ്പ് ഒക്കെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇടതുപക്ഷം അവരുടെ നേട്ടങ്ങളോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കാര്യമോ ജനങ്ങളെ പ്രശ്നമോ ഒന്നും പറഞ്ഞല്ല വോട്ട് പിടിക്കുന്നത്. ജനങ്ങളെ ചേരിതിരിക്കാൻ നോക്കുകയാണ്, ഡിവൈഡ് ചെയ്യാൻ നോക്കുകയാണ്. പാലക്കാട്ടെ പരസ്യം കണ്ടില്ലേ? ആ പരസ്യം എന്ന് പറയുന്നത് അവിടെ BJPയെ ജയിപ്പിക്കാനുള്ള പരസ്യമാണ്. ആ പരസ്യം അവരെ കൊണ്ട് ജയിപ്പിക്കാൻ, ഞങ്ങളെ കൊണ്ട് വല്ലതും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുകയാണ്. 3-ാം സ്ഥാനത്തുള്ള LDF ആണ്. BJP വിട്ട് കോൺഗ്രസ് പോയതിന് ഇപ്പോൾ നിലവിളി കൂട്ടുന്നത്. ഒരാൾ BJP വിട്ട് കോൺഗ്രസ് പോയതിന് ഇവർ എന്തിനാ ഇത്ര നിലവിളി കൂട്ടുന്നത്? അപ്പോൾ അത് തെളിയിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ BJPക്ക് വേണ്ടി വർത്താനം പറയുകയാണ്. കമ്മ്യൂണലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പരസ്യം, അതായത് 4 ന്യൂനപക്ഷ വോട്ട് കോൺഗ്രസിന് കുറഞ്ഞു കിട്ടിയാൽ BJP ജയിച്ചോളും, BJPക്ക് അത് ഗുണം ചെയ്യും എന്ന ഒറ്റ കണക്ക് കൂട്ടലിലാണ് ആ പരസ്യം കൊടുത്തിരിക്കുന്നത്. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ നടത്തുന്ന പത്രത്തിൽ മാത്രം പരസ്യം കൊടുത്തിരിക്കുകയാണ്. എന്തിനാ? അതും കമ്മ്യൂണൽ പരസ്യം. അവരെ വോട്ടൊന്ന് ചിന്നിച്ചെതറി കിട്ടിയാൽ അവിടെ BJPക്കാണ് ഗുണം ചെയ്യുക. അത് അറിയാത്തവരൊന്നും അല്ലല്ലോ ഇടതുപക്ഷക്കാർ. അപ്പോൾ ആ ആംഗിൾ തന്നെയാണ് ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും. ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്, അത് ചർച്ചയാക്കാൻ വേണ്ടി പറയുന്നതാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഇവിടെ സമൂഹത്തിൽ ഒരു വിഭാഗീയ പ്രശ്നം വന്നാൽ തന്നെ കൊണ്ട് അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന് തെളിയിച്ചുകൊണ്ട് മുനമ്പത്ത് അവിടെ പോയി അവിടെയുള്ള മഹാന്മാരായ പിതാക്കളുമായി അവിടെയുള്ള ബിഷപ്പ്മാരുമായി ഒക്കെ നേരിട്ട് ചർച്ച നടത്തി സമൂഹത്തിൽ ഒരു ഛിദ്രത വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണ്. അതുതന്നെയാണ് ശിഹാബ് തങ്ങൾ ബാബരി മസ്ജിദിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ ചെയ്തത്. യഥാർത്ഥത്തിൽ ശിഹാബ് തങ്ങൾ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ആളില്ലാതെ തിരിച്ചുപോയി എന്നൊക്കെ പറയാം. അതൊക്കെ പിന്നെ ഇല്ലാത്ത കാര്യമാണ്. ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറയട്ടെ, അന്ന് ധീരമായ സ്റ്റാൻഡ് എടുത്തു. ഇപ്പോൾ ലോകം മുഴുവൻ പറയുന്നു. ബാബരി മസ്ജിദ് തകർന്നപ്പോൾ കേരളത്തിൽ സാമുദായിക സ്പർദ്ധ ഇല്ലാതിരിക്കാൻ വേണ്ടി ശിഹാബ് തങ്ങൾ എടുത്ത സ്റ്റാൻഡ് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഒന്നല്ല, എത്ര പ്രാവശ്യം പാണക്കാട് തങ്ങന്മാരെടുത്തിട്ടുണ്ട്. അങ്ങാടിപ്പുറം ക്ഷേത്രത്തിന്റെ പ്രശ്നം ഉണ്ടായപ്പോൾ എനിക്കറിയാം, ഞാൻ നിങ്ങളുമായി വേണമെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, ആ ഫോട്ടോ ഷെയർ ചെയ്യാം. എൻ്റെ ചുമലിൽ ഇങ്ങനെ കൈകുത്തിയിട്ടാണ് തങ്ങൾ അന്ന് ആ ക്ഷേത്രത്തിന്റെ പടവുകൾ കയറിയത് അതിരാവിലെ. എന്തിനായിരുന്നു? ക്ഷേത്രത്തിന്റെ വാതില് ആരോ രാത്രി തീയിട്ടു, അത് കത്തിപ്പടർന്നാൽ വലിയ പ്രശ്നമാവും എന്ന് കണ്ടിട്ട് തങ്ങൾ കാർ കൊടുത്ത് പുറപ്പെട്ട് ഞാനുണ്ടായിരുന്നു കൂടെ. അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവിടെ പോയി അത് ചരിത്രത്തിന്റെ ഭാഗമാണ്, അത് ചരിത്രം രേഖപ്പെടുത്തിയല്ലേ. അതുപോലെ തന്നെയാണ് മുനമ്പത്ത് ഉള്ള പ്രശ്നത്തിൽ പ്രത്യാശയുടെ മുനമ്പിൽ കേരളം എന്നാണ് നിങ്ങൾ വാർത്താ മാധ്യമങ്ങളൊക്കെ അതിനെ വിശേഷിപ്പിച്ചത്. എന്താ പ്രത്യാശ? സാമുദായികമായി ഒരു ചേരിതിരിവ് കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള വലിയൊരു നീക്കം സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.